ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. 28 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡേ 20 ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ പ്രാക്ടീസ് മാജിക് ഹേർട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള പ്രാക്ടീസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടും. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ വർദ്ധിക്കും. നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടാതെ നിങ്ങൾക്കൊന്നും നേടാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കാലാകാലങ്ങളായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള നെഗറ്റീവ് വിശ്വാസങ്ങളും നെഗറ്റീവ് ചിന്തകളും ഒക്കെ മാറ്റി നിങ്ങൾ ആഗ്രഹിച്ച ലെവലിൽ എത്തണമെങ്കിൽ സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസ് അത്യാവശ്യമാണ്. അപ്പോൾ പ്രാക്ടീസ് നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഫീലോടുകൂടി പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഫീൽ ചെയ്തുകൊണ്ട് വേണം പറയാനായിട്ട്. എത്രത്തോളം ആഴത്തിൽ നന്ദി പറയുന്നുവോ അത്രത്തോളം മാജിക്കായിട്ട് നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിരന്തരം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ ഫീലോടുകൂടി പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ഫീലിങ്സാണ് നമ്മുടെ വൈബ്രേഷൻ. അപ്പോൾ നമുക്ക് ഒരു ഗുഡ് ഫീൽ കൊണ്ടുവരാൻ ഗ്രാറ്റിറ്റ്യൂഡിന് കഴിയും. നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് നമ്മൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. ഇനി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയമെടുപ്പ് പോലും റിതമിക്കായി തീരുന്നതായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ഹാർമണിക്കായിട്ട് പമ്പ് ചെയ്യാൻ തുടങ്ങുന്നതായും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ആകുകയും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നും ശാസ്ത്രം പോലും തെളിയിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് ഒരു 3-4 ദീർഘശ്വാസം എടുത്തു വിടുക. എന്നിട്ട് ഹൃദയത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഇരു കൈകളും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുക. ഹൃദയമെടുപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ശേഷം താങ്ക് യു എന്ന് ഇത് കുറേ തവണ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം കണ്ണുകൾ അടച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് കണ്ണടയ്ക്കാതെ തന്നെ ഹൃദയത്തിൽ ഫോക്കസ് ചെയ്ത് നന്ദി പറയുക. വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണിത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ വളരെയധികം സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കും. ശേഷം ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുക. പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക, മാതാപിതാക്കൾക്ക് നന്ദി പറയുക, ഗുരുക്കന്മാർക്ക് നന്ദി പറയുക, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്ക് നന്ദി പറയുക. അതിനുശേഷം നമ്മുടെ മാജിക് നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് അതിൽ 10 ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ആദ്യമൊക്കെ ചെറിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ശേഷം നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ അതിലേക്ക് എഴുതി വെക്കുക. അങ്ങനെ 10 ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം ഒന്നാമത്തെ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുക. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ നന്ദി പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാവട്ടെ. അപ്പോൾ നമ്മുടെ ഡെയിലി പ്രാക്ടീസ് ഇതുതന്നെയാണ്. ഹൃദയത്തിൽ നിന്നും എല്ലാത്തിനും നന്ദി പറയുക. അതുപോലെ ഹൃദയത്തിൽ നിന്നും ഒരു ചെറു പുഞ്ചിരി കൊണ്ടുവരിക. ഇനി നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. ഒരു പുതിയ ദിവസം കൂടി ലഭിച്ചതിന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുക. ഇനി നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ പോലും ഒന്ന് പുഞ്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. അതുപോലെ തന്നെ ഡേ 1 പ്രാക്ടീസും ഡേ 2 പ്രാക്ടീസും എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം. ബൈ.